ഉഭയസമ്മതം ചെയ്ത് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു അനുഗ്രഹമേറിയ നല്ല സമയത്തിൽ നമുക്ക് ഒന്നിച്ചായിരിക്കാൻ കർത്താവ് സഹായിച്ചു. ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ബഹുമാനപ്പെട്ട ദൈവത്തിൻ്റെ ദാസൻ പാസ്റ്റർ എബ്രഹാം ഷാജി അവർക്കും, റാന്നി സെൻട്രലിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പി കെ തോമസും, അപ്പോൾ തന്നെ ഡിസ്ട്രിക്റ്റിൻ്റെ വൈസ് പ്രസിഡന്റുമായിരിക്കുന്ന കർത്താവിൻ്റെ ദാസനും, വേദി ഘോഷനായിരിക്കുന്ന മറ്റ് ബഹുമാന്യ കർത്തദാസന്മാർ, വരൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ഡെലിഗേറ്റ്സും, അതുപോലെ തന്നെ വധുവിൻ്റെ ഭാഗത്ത് വന്ന അവരുടെ പ്രിയപ്പെട്ടവർ, സുഹൃത്തുക്കൾ, ബന്ധുമിത്രാദികൾ, സഭാവിശ്വാസികൾ എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുകയാണ്. ഇന്ന് പകരം ഭൂമിയിലൊരു ക്രിസ്തീയ കുടുംബം കൂടെ ആശീർവദിക്കപ്പെടുമ്പോൾ ഈ കാലഘട്ടത്തിൽ വിവാഹ ജീവിതത്തിന്റെ പ്രസക്തി എന്ത് എന്ന് അല്പം നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് ഈ പകൽക്കാലം ഞാൻ ഓർത്തു പോവുകയാണ്. എനിക്ക് മുൻപ് പ്രസംഗിച്ച കർത്താവിന്റെ ദാസൻ ദൈവവചനത്തിന്റെ നിസ്തുല്യമായിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഇടയായിരുന്നു. എന്ന പകൽ എൻ്റെ ഉള്ളത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വ്യത്യസ്തമായി തന്ന ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ നടുവിൽ ഇന്ന് പകൽ തിരുവചനത്തിന്റെ അടിസ്ഥാനമായി ചിന്തിച്ച് വേഗത്തിലിരിക്കുവാൻ. നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ, അത് നിമിത്തം പുരുഷൻ ഭാര്യയോട് ഭജിച്ച് ഇരുവരും ഒരു ശരീരമായി തീരും. ഈ മർമ്മം വലിയത്. ഇത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും കുറിച്ച് പറയുന്നു. നമുക്കറിയാം, ലോകത്തിന്റെ എല്ലാ വശങ്ങളിലൂടെയും നമ്മൾ ചിന്തിച്ചാൽ ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചിട്ടുള്ള കുടുംബിനികളെ നമുക്ക് എടുത്ത് നോക്കിയാൽ, അല്ലെ കുടുംബസ്ഥരെ നോക്കിയാൽ കാണുവാൻ കഴിയും. കുടുംബജീവിതം വളരെ ആയാസകരമായും പ്രയാസകരമായും വേദനകരമായും ദുഃഖത്തോടും തകർച്ചയോടും ഒക്കെ നീങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് പകൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രിയ ജോൺസനും അതുപോലെ തന്നെ മോളമയും ഒരു വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കാൻ പോകുന്നത്. എഴുതിയിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ, അല്ലെങ്കിൽ പിതാവാം ദൈവത്തിന്റെ തിരുവുള്ളത്തിലുണ്ടായ ഒരു ഇഷ്ടമാണ് ഒന്നായിരിക്കുക എന്നുള്ളത്. സ്തോത്രം. ഇന്ന് പകൽ വിവാഹ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഒരു കുടുംബസ്ഥനായി ജീവിതം നയിക്കാൻ പോകുന്ന പ്രിയ, അതുപോലെ തന്നെ മോളമ്മയും അറിഞ്ഞിരിക്കേണ്ടതും, എന്നെ കേൾക്കുന്ന കുടുംബസ്ഥനായിരിക്കുന്ന പ്രിയപ്പെട്ടവരും തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. വിവാഹ ജീവിതം സന്തോഷകരമായി തീരണമെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നിവർത്തിച്ച ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ഭൂമിയിൽ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ കഴിയൂ. ഭാര്യ ഭർത്താക്കന്മാർ ഒന്നായിരിക്കണം, ഒരു ശരീരമായിരിക്കണമെന്ന ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ വചനം ഇങ്ങനെ പറയുന്നു, അതിനിമിത്തം പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് ഭജിച്ച് ഇരുവരും ഒരു ശരീരമായി തീരും. നമുക്കറിയാം, കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അപ്പനമ്മമാർ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ പലരും വളരെ ഉത്സാഹത്തോടാണ് ഒരു വധുവിനെ അല്ലെങ്കിൽ വരനെ വിവാഹ ജീവിതത്തിലേക്ക് നയിക്കുന്നത്. അത് കഴിയുമ്പോൾ ഈ ജീവിതം ഏറ്റവും നന്നായി പോകാൻ തടസ്സമായിരിക്കുന്നതും ഇതിലെ ചില പ്രിയപ്പെട്ടവർ തന്നെയായിരുന്നു. ഇവിടെ പറയുന്നു, എപ്പോൾ ഒരാൾക്ക് ഒന്നായിരിക്കാൻ കഴിയും എന്നുള്ള വസ്തുത ദൈവവചനം പറയുന്നു, അപ്പനെയും അമ്മയെയും വിട്ടുപിരിയുക. ഇന്ന് വിവാഹം കഴിക്കുന്ന പ്രിയ ബ്രദർ ജോൺസണും സിസ്റ്റർ മോളമ്മയും
അപ്പനെയും അമ്മയും അല്ലെ സഹോദരങ്ങളെ ഉപേക്ഷിക്കണമെന്നല്ല വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. നിങ്ങൾ ദൈവിക പദ്ധതിക്ക് വേണ്ടി, ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിക്കാൻ വേണ്ടി അതിനായി അവരിൽ നിന്നും വേർപിരിയുക എന്നുള്ളതാണ്. സ്തോത്രം. നിങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ സ്വകാര്യതകളെ ഒന്ന് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് യോജിച്ച് ഒന്നായിരിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കുന്നത് ഈ അവസരത്തിൽ നല്ലതാണ്. ദൈവത്തിന്റെ ഇഷ്ടം ഭാര്യ ഭർത്താക്കന്മാർ ഒന്നായിരിക്കണമെന്നായിരിക്കെ ആ ദൈവം ഒന്നാക്കിയിരിക്കുന്ന ഒരു ശരീരമായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും അതിനെ വിഭിന്നമാക്കുക എന്നുള്ളതാണ് ലോകത്തിലെ അല്ലെങ്കിൽ സാത്താന്റെ പരിപാടി. ദൈവിക സഭയുടെ നിഴലാണ് ഒരു കുടുംബജീവിതം. അതുകൊണ്ടാണ് പൗലോസ് പുസ്തകം പറഞ്ഞത്, അമ്മയും അപ്പനെയും വിട്ടുപിരിഞ്ഞ് അവൻ ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ശരീരമായിരിക്കും. ഈ മർമ്മം വലിയത്. ഇത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും കുറിച്ച് പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുവിന്റെ ക്രിസ്തുവിനെയും സഭയെ കുറിച്ച് പറയുമ്പോൾ കുടുംബജീവിതത്തിൽ ഒരു ഭാര്യ ഭർത്താവ് ഒരു ശരീരമായിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവമായി ഒന്നായിരിക്കാൻ കഴിയുന്നില്ല. പുരുഷനിൽ നിന്നും സ്ത്രീ വന്നതുകൊണ്ട് ഒരിക്കലും സ്ത്രീയല്ല പുരുഷനത്തെ ഭാര്യയോട് പറ്റിക്കരുത്. അതുപോലെ തന്നെ മണവാളനായിരിക്കുന്ന ക്രിസ്തുവിൽ നിന്നും മണവാട്ടിയായിരിക്കുന്ന സഭ പുറത്തു വന്നത് കൊണ്ട് സഭ ക്രിസ്തുവുമായി ഒരു ശരീരമായിരുന്നു. നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ, ഇതിനു മുമ്പ് നിങ്ങൾ കല്യാണത്തിൽ അല്ലെങ്കിൽ വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ കേട്ടതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിന്തയായിരിക്കും ഇന്ന് പകൽ ദൈവം എന്റെ ഉള്ളത്തിൽ തന്നത്. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ ആകുന്ന പ്രിയ പ്രതിശുദ്ധ വരണം വധവും. അതുപോലെ തന്നെ ഇപ്പോൾ ആയിരിക്കുന്നവരെ ചിന്തിക്കുക, എപ്പോൾ നിങ്ങൾക്ക് ഒന്നായിരിക്കാൻ കഴിയുന്നില്ല അപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ സന്തോഷം നഷ്ടപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇവിടെ രണ്ടായിട്ടല്ല ഒന്നായിട്ടാണ് കർത്താവ് കുടുംബത്തെ ഇവിടെ പണിതിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ അമ്മയെ നിവർത്തിച്ചിരിക്കുന്നത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ അമ്മയെ പ്രതിശുദ്ധ വരണം അമ്മയെ വധു തിരിച്ചറിയേണ്ട കാര്യം. നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കൾ കാണാം, നിങ്ങളുടെ ബന്ധുമിത്രാദികൾ കാണാം, നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ ഉപദേശിക്കുവാനും നിങ്ങൾക്ക് നല്ലത് പറഞ്ഞു തരുവാനും കാണുമായിരിക്കും. പക്ഷേ അതിലെല്ലാം ഉപരിയായി ദൈവം ഒന്നാക്കി വെച്ചിരിക്കുന്ന ഒരു ശരീരത്തിൽ നിങ്ങൾക്ക് ഒന്നായി തീർന്നുകൊണ്ട് അതിൽ നിലനിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ തുടർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ ദിവസങ്ങളും നിങ്ങൾ ജീവിതത്തെ മുന്നോട്ട് പങ്കിടുമ്പോൾ നിങ്ങളുടെ ജീവിതം സന്തോഷകരമായിരിക്കുമെന്ന് പറയുവാൻ എനിക്ക് സാധ്യമല്ല. കാരണം നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് നിങ്ങളെ ഒന്നാക്കിയ സർവശക്തനായ ദൈവം എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എവിടെയെല്ലാം അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു, എവിടെയെല്ലാം നീരസങ്ങൾ ഉണ്ടാകുന്നു, എവിടെയെല്ലാം തകർച്ചകൾ നേരിടുന്നു, എവിടെയെല്ലാം ഡൈവോഴ്സ് കൂടി വരുന്നതിന്റെ കാരണം ഭാര്യയ്ക്കും ഭർത്താവിനും ഒന്നായിരിക്കാൻ കഴിയുന്നില്ല. രണ്ടുപേരും ആശയങ്ങൾ തമ്മിൽ രണ്ടാശയങ്ങൾ പൊരുത്തപ്പെടാൻ കഴിയാത്തൊരവസ്ഥ. ദൈവത്തിന്റെ ബദലെ ദൈവസഭയുടെ മഹത്വകരമായ പ്രവൃത്തി അല്ലെങ്കിൽ യേശു കർത്താവിലൂടെ ദൈവം നിവർത്തിച്ച ശ്രേഷ്ഠകരമായ ഒരു പദ്ധതിയുടെ പൂർത്തീകരണം നടക്കുന്നത് ദൈവിക കുടുംബത്തിലാണെന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് പകൽക്കാലം നിങ്ങൾ തിരിച്ചറിയും. ഈ ലോകത്തിലെ ഏതറിവിനേക്കാളും ഈ ലോകത്തിലെ ഏതൊരു വസ്തുവകളെക്കാളും നിങ്ങളുടെ ജീവിതത്തിൽ യേശു നിങ്ങളെ ഒന്നാക്കിയിരിക്കുന്ന അവസ്ഥയ്ക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പ്രാധാന്യം കൊടുക്കുന്നുവെങ്കിൽ പ്രിയ വരനും ഇന്ന് ആശീർവദിക്കപ്പെട്ട് ഒരു കുടുംബജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, യേശുവില്ലാതെ ഒരു നല്ല ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ സാഹചര്യത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന ഏത് മേഖലകളിലും നിങ്ങൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കണമെങ്കിൽ ദൈവം നിങ്ങളെ ഒന്നിപ്പിച്ചതിൽ നിന്നും അകന്നിരിക്കരുത്. കർത്താവിന്റെ വചനം പറയുന്നു, പ്രാർത്ഥനയ്ക്കല്ലാതെ ഭാര്യ ഭർത്താക്കന്മാർ വേറെ ഇരിക്കരുത്. ഇന്ന് നമുക്കറിയാം, കല്യാണത്തിന് മൂന്നാം പക്കം രണ്ട് വഴിക്ക് തിരിയുന്ന ഒരു കാലഘട്ടമാണ്. സ്തോത്രം. ഇന്ന് ഇരിക്കുന്നതിനോട് പറയുന്നത് പ്രാർത്ഥനയ്ക്കല്ലാതെ ദൈവികമായ അന്തരീക്ഷത്തിലല്ലാതെ ഭാര്യ ഭർത്താവിനോട് വേറിട്ടിരിക്കരുത്. അങ്ങനെ ഇരുന്നാൽ പലപ്പോഴും നിങ്ങൾക്ക് ഒന്നായിരിക്കാൻ കഴിയത്തില്ല. അത് കുടുംബത്തിൽ തകർച്ചയ്ക്ക്
കർത്താവിന്റെ സാന്നിധ്യത്തിൽ ആമേൻ അല്ലെങ്കിൽ ഉപേക്ഷമനം ചെയ്ത് ആശീർവദിക്കപ്പെടുന്ന കുടുംബജീവിതം ആമേൻ ഇവർക്ക് കൊടുക്കുന്ന ആയുസ് വരെയും ഇവർ സ്വഭവനത്തിൽ സഭയ്ക്കും ദേശത്തിനും രാഷ്ട്രത്തിനും ആമേൻ അനുഗ്രഹമായി തീരണമെങ്കിൽ ഈ നമുക്ക് ആശീർവദിക്കപ്പെട്ട് ഇവർ ഒന്നായിരിക്കുന്നു എന്നുള്ള ബോധ്യം ഇവർ കൊടുക്കുന്ന ആയുസ് വരെയും ഇവർ കാത്തു സൂക്ഷിച്ചുകൊണ്ട് കർത്താവിനായി ഇവർ പ്രാധാന്യം കൊടുത്ത് ഇവരുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നുവെങ്കിൽ ഈ ശുശ്രൂഷ ഇന്നിവിടെ മംഗളകരമായിരിക്കുന്നത് പോലെ ഇവരുടെ ജീവിതം അനുനിമിഷം അനുഗ്രഹമായിരിക്കുന്നു പറയുന്നതിൽ എനിക്ക് വളരെ ചാരിതാർത്ഥ്യമുണ്ട്. തകർച്ചകൾ ദിനംതോറും വർദ്ധിക്കുമ്പോൾ അവൻ ഇന്ന് കെട്ടുറപ്പുള്ള ഒരു കുടുംബജീവിതം എവിടെയുണ്ടെന്ന് ചോദിച്ചാൽ പറയുവാൻ കഴിയുന്ന ഒരൊറ്റ ആൻസർ ഇത് മാത്രമാണ്. വിശുദ്ധ വേദപുസ്തകത്തിന്റെ സത്യങ്ങളെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു ശരീരമായിരിക്കുന്ന ഒരു ഭർത്താവിനും ഒരു ഭാര്യയ്ക്കും പറയാൻ കഴിയും ഞങ്ങളുടെ ജീവിതം ഏറ്റവും ശ്രേഷ്ഠകരമാണ് എന്ന്. പകൽക്കാലം ദൈവത്താൽ നമ്മെ യോജിക്കപ്പെടുന്ന ഈ മഹനീയ ശുശ്രൂഷയിൽ സാക്ഷ്യം വഹിക്കുന്ന ദൈവസഭയിൽ കടന്നു വന്ന സഹോദരന്മാരും സഹോദരിമാരും അതുപോലെ തന്നെ ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും അമ്മ ദൈവവും ഒന്നിച്ച് ഇന്ന് ഈ മംഗളകരമായ ശുശ്രൂഷ ചെയ്യുമ്പോൾ തുടർന്നുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഇവരാരും കാണത്തില്ല. അമ്മ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ഒരു ജീവിതം നയിക്കുമ്പോൾ നിങ്ങളെ ഒന്നിപ്പിച്ച കർത്താവും അവൻ ആ ദൈവത്തിന്റെ സാന്നിധ്യവും സദാ നിങ്ങൾ സൂക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ഈ കുടുംബ ജീവിത ഭൂമിയിൽ ഏറ്റവും ധന്യകരമായിരിക്കുന്ന പറയുന്നതിൽ എനിക്ക് വളരെ ചാരിതാർത്ഥ്യം. ഞാൻ എന്റെ വാക്കുകൾ കൂടെ വിരാമം കുറിക്കുന്നു. നമ്മുടെ മുമ്പിൽ സമയമില്ലാത്തത് കൊണ്ട് അമേൻ ശുശ്രൂഷകൾ വളരെ വേഗത്തിൽ അമേൻ ഹല്ലേലൂയ തികയ്ക്കേണ്ടത് കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ കൂടെ വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ അമേൻ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അവസരം തന്ന സ്ഥല സഭയിലെ ശുശ്രൂഷകനും അമേൻ കടന്നു വന്ന കർത്താവിന്റെ ബഹുമാന്യ കർത്താവിന്റെ ദാസന്മാർക്കും എന്റെ സ്നേഹത്തെ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
വചനഭാഗങ്ങൾ ഓർപ്പിച്ച് നിയുക്തവരൻ്റെയും വധുവിൻ്റെയും വലങ്കരങ്ങൾ യോജിപ്പിച്ച് ഉഭയസമ്മത വാചകങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ച് അവരെ ആശീർവദിക്കുന്നതായിരിക്കും. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, മനോഹരമാവുന്ന വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ സന്നിഹിതരായി ഓഡിറ്റോറിയത്തിൽ കടന്നു വന്ന സ്വന്തക്കാർ, മാതാപിതാക്കൾ, ക്ഷണിക്കപ്പെട്ടവരായ എല്ലാ നിന്റെ മക്കളെയും ദൈവത്തിന്റെ വലിയ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഹൃദയം പ്രാർത്ഥിക്കുന്നു. ലളിതാവലോമയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സമയമായപ്പോൾ തക്കമേ ദൈവം ഒരുക്കിയതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ, വേദിയിലായിരിക്കുന്ന അങ്ങയുടെ ശ്രേഷ്ഠദാസന്മാരെ നിന്റെ മുന്നേറുകളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയെ ലീഡ് ചെയ്യുന്ന അങ്ങയുടെ ശ്രേഷ്ഠദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹ ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ സന്നിഹിതനായിരിക്കുന്ന അങ്ങയുടെ വിലപ്പെട്ട ദാസന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ദാസൻ ഈ ശുശ്രൂഷയുടെ നിർവഹിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധ കരത്താൽ ഈ ശുശ്രൂഷയെ ആശീർവദിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മാത്രമല്ല കർത്താവേ, പ്രിയ കുഞ്ഞുങ്ങളുടെ ഒരു കുടുംബജീവിതം കെട്ടിപ്പടുക്കുമ്പോൾ സ്വർഗത്തിൽ ഒരു പുതിയ കുടുംബത്തിന്റെ പേരെഴുതി ചേർക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിച്ചുകൊണ്ടിരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങളുടെ ഭാവി അവരുടെ കുടുംബജീവിതം അനുഗ്രഹപൂർണ്ണമായി തീരുവാൻ നിങ്ങൾ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെ എല്ലാം സ്വർഗം മാനിക്കണം, അനുഗ്രഹിച്ച് ആശീർവദിക്കണം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ ഞങ്ങൾ താഴ്മയെ അപേക്ഷിക്കുന്നു. ദൈവം കേൾക്കുമാറാകണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ദമ്പതികൾ ഇവിടെ ഗാന ശുശ്രൂഷ നിർവഹിക്കുന്ന സംഗീതക്കാർ സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഇന്ന് വിവാഹിതരാകുന്ന മക്കളെ അനുഗ്രഹിക്കുവാൻ എത്തിച്ചേർന്ന കർത്താവിൽ വാത്സല്യമുള്ള സഹോദരങ്ങളെ ഏവർക്കും പെരുപ്പട്ടി IPC ഫിലദൽഫിയ സഭയുടെ പേരിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു. കർത്താവ് ഈ ശുശ്രൂഷയെ അനുഗ്രഹമാക്കട്ടെ. ഈ ശുശ്രൂഷകൾ പരിപൂർണമാക്കപ്പെടണം എന്ന് നാം ആഗ്രഹിച്ചിരുന്ന സമയത്ത് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. സമയം തീരുകയാണ്. അതുകൊണ്ട് ദീർഘമായൊരു പ്രഭാഷണത്തിനോ ദൈവവചന ചിന്തകളുടെ ആളുകളിലേക്ക് കടന്നു പോകാനോ ഇപ്പോൾ ഞാൻ ശ്രമിക്കുന്നില്ല. വേഗത്തിൽ ഈ ശുശ്രൂഷകൾ നിവർത്തിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവദാസന്മാർ ചില സന്ദേശങ്ങൾ നമുക്ക് നൽകി. എല്ലാ പോരായ്മകളും പരിഹരിക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ട് പ്രസംഗം നീട്ടാതെ ചില വേദഭാഗങ്ങൾ ഇവിടെ പരസ്യമായി വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കൂടുതൽ അനുഗ്രഹീതമായ ജീവിതം നമുക്ക് ദൈവമുൻപാകെ നയിക്കുവാൻ ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധാത്മാവും സഹായം നൽകട്ടെ. എപ്പോഴും വചനം ധ്യാനിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവകൃപയാൽ ജയകരമായ ജീവിതം നയിക്കുവാൻ ഇന്ന് വിവാഹിതരാകുന്ന മക്കൾക്കും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ ആളുകൾക്കും കർത്താവ് സമ്മതി വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നും തുടർന്ന് പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൽ നിന്നുമുള്ള വേദഭാഗങ്ങൾ രണ്ട് ദൈവദാസന്മാർ ഇവിടെ പരസ്യമായി വായിച്ച് 2 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ഭാര്യമാരെ, കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി, ക്രിസ്തു ശരീരത്തിൽ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിനെ കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുകയും അവൻ അവളെ വചനത്തോടു കൂടി ജലസ്നാനത്താൽ വെളിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറാചുടക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധിയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയിൽ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുക അത്രേ ചെയ്യുന്നത്. നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. അതിനിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പരിചയം, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയും ഉദ്ദേശത്തെ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തരും തന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുകയും അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ട
അണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല, സൗമ്യതയും സാവധാനമുള്ള മനസ്സും എന്ന അക്ഷയ ഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢ മനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി ഇരുന്നത്. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ചു അനുസരിച്ചിരുന്നു. നന്മ ചെയ്തു യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കൾ ആയിത്തീരും. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിനും വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ചു സ്ത്രീജനം ബലഹീനപാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുക്കുകയും. 7-ാം അധ്യായം 2 വാക്യങ്ങൾ. ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരുടെ സ്വന്തം ഭാര്യയും ഓരോരുത്തിക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടംപെട്ടിരിക്കുന്നത് ചെയ്യട്ടെ. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല, ഭർത്താവിനത്രേ അധികാരമുള്ളത്. അങ്ങനെ ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ അവനല്ല, ഭാര്യയ്ക്കത്രേ അധികാരം. പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത്. നിങ്ങളുടെ അജിതേന്ദ്രിയത്വ നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിക്കുക. വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടികൾ വേദപുസ്തകത്തിൽ വായിച്ചു കേൾപ്പിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ അടിസ്ഥാനപരമായ ചില ഉപദേശങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ ദൈവവചനം നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങളെ, ഈ ആലോചനകളെ, നിയോഗങ്ങളെ നമുക്ക് നൽകിയ ആ ആത്മാവിൽ നാം വിഷയങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ എല്ലാ വിഷയങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും മറുപടിയും പരിഹാരവും കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. പരസ്പരം സമ്മതത്തോടെ ഒരു സമയത്തേക്ക് പ്രാർത്ഥിപ്പാൻ അവസരം ഉണ്ടാകേണ്ടതിന് മാത്രം വേർപെട്ടിരിക്കുവാനാണ് ഇവിടെ അനുവാദം നൽകിയിട്ടുള്ളത്. അതല്ലാതെ ഒരിക്കൽ വിവാഹിതരാകുന്ന ദമ്പതികൾ വേർപെട്ടിരിക്കാൻ പാടില്ല. ഈ ദൈവവചനത്തിൻ്റെ നിർദ്ദേശം കൃത്യമായി പാലിച്ച് എല്ലായ്പ്പോഴും ഒരുമിച്ച് ഒരുമനപ്പെട്ട് ഒരു മനസ്സോടെ ഏക ശരീരമായി ദൈവത്തിൻ്റെയും സഭയുടെയും സമൂഹത്തിൻ്റെയും മുൻപിൽ ജയകരമായ ഒരു ദാമ്പത്യ ജീവിതം നയിക്കുവാൻ ഇന്ന് വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്ന മക്കൾക്ക് ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് കർത്താവ് ഈ ശുശ്രൂഷ അനുഗ്രഹമാക്കുവാൻ എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവം മുൻപിൽ ആയിരിക്കുക. കൂടി വന്നിരിക്കുന്ന സഭയോടായി ചോദിക്കുകയാണ്, ഇവിടെ വിവാഹ നിശ്ചയ രേഖയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രസക്തമായ ഭാഗങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ ചേർത്തല വടക്ക് വില്ലേജിൽ ഓളത്തറ വീട്ടിൽ പരേതനായ ജോസഫിൻ്റെയും രതിയായ മേരി ജോസഫിൻ്റെയും മകൻ PJ ജോൺ എന്ന ജോൺസൺ എന്ന ഈ യുവാവും പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി താലൂക്കിൽ ആനിക്കാട് വില്ലേജിൽ മഞ്ഞത്താനം വീട്ടിൽ MI സാമുവേലിൻ്റെയും റെബേക്ക സാമുവേലിൻ്റെയും മകൾ മോളമ്മ സാമുവേൽ എന്ന ഈ യുവതി ഇവർ വിവാഹവേദിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവർ തമ്മിലുള്ള വിശുദ്ധ വിവാഹം ഇവിടെ ആശീർവദിക്കപ്പെടുന്നതിന് തടസ്സമായി ന്യായമായ എന്തെങ്കിലും കാര്യങ്ങൾ ആർക്കെങ്കിലും അറിയിക്കുവാനുണ്ടെങ്കിൽ അത് അറിയിക്കുവാനുള്ള ഏറ്റവും ഒടുവിലത്തെ സന്ദർഭമാണ്. അവർ അത് നിയമാനുസൃതം ഇവിടെ അറിയിക്കണം എന്ന ഒരിക്കൽ കൂടെ ഓർമ്മിക്കുകയാണ്. അതല്ല എങ്കിൽ നിങ്ങൾ മൗനമായിരിക്കുകയാണെങ്കിൽ അവരുടെ വിവാഹം നടത്തിക്കൊടുക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പൊതുസഭയുടെ മൗനം
അനുവാദമായി ഏറ്റെടുത്തുകൊണ്ട് ഇവരുടെ വിവാഹം നടത്തിക്കൊടുക്കുവാൻ കർത്താവിൽ ശരണപ്പെടും. നിന്റെ സമീപേ ഏറ്റവും അടുത്ത വലതുഭാഗത്തായി നിൽക്കുന്ന മോളമ്മ എന്ന ഈ യുവതിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കാൻ സമ്മതമാണ്. നിങ്ങൾ ഇരുവരും ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും അവളോട് മാത്രം ചേർന്നിരുന്ന് വിശ്വസ്തത പാലിച്ച് ഒരു ഉത്തമ ഭർത്താവ് എന്ന നിലയിൽ കടപ്പാടുകൾ നിറവേറ്റുവാൻ എന്ന ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കുന്നു. മോളമ്മയോട് ചോദിക്കുന്നു, നിന്റെ ഇടതു ഭാഗത്തെ ഏറ്റവും സമീപം നിൽക്കുന്ന ജോൺസൺ എന്ന ഈ യുവാവിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കാൻ സമ്മതമാണ്. നിങ്ങൾ ഇരുവരും ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും അവനോട് മാത്രം ചേർന്നിരുന്ന് വിശ്വസ്തത പാലിച്ച് ഒരു ഉത്തമ ഭാര്യ എന്ന നിലയിൽ നിന്റെ കടപ്പാടുകൾ നിറവേറ്റുവാൻ ഇപ്പോൾ ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കുന്നു. അവർ ഇരുവരും അവരുടെ തീരുമാനം അറിയിച്ചിരിക്കുകയാണ്. ആകിയാൽ ഇവരുടെ വിവാഹം നാം പ്രാർത്ഥനയോടുകൂടെ നടത്തിക്കൊടുക്കുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. ഇപ്പോൾ വേറൊരു ഗാനം ആരംഭിക്കുന്നു.